നിങ്ങളൊരു ഫോണൊക്കെ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതും 25,000 രൂപയ്ക്ക് താഴെ ഫോൺ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഫ്രീഡം സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് ഫോണുകൾ ഞാനിവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് നത്തിങ് ഫോൺ 3A ആണ്. ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7S Gen 3യുടെ പ്രോസർ കിട്ടും. അൾട്രാ HDR സപ്പോർട്ട് ചെയ്യുന്ന 6.77 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേയും 50 MBയുടെ മെയിൻ ക്യാമറയും 2x ടെലിഫോട്ടോ സപ്പോർട്ട് ചെയ്യുന്ന 50 MBയുടെ മറ്റൊരു ക്യാമറയും 8 MBയുടെ അൾട്രാ വൈഡ് ക്യാമറയും കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ അവിടെ 32 MB ആണ് കൊടുത്തിരിക്കുന്നത്. 5000 mAhന്റെ ബാറ്ററി 50 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട്. 3 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും ഫോൺ ചാർജ് ചെയ്താലും 90% വരെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി നിൽക്കുമെന്നാണ് കമ്പനി പറയുന്നത്. നത്തിങ്ങിന്റെ ആ ഒരു UI എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. അത് വേണ്ടവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഇനി ഒരു OnePlusന്റെ ഫോൺ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു ഫോണാണ് OnePlusന്റെ Nord CE5. ഇതിൽ വരുന്നത് MediaTek Dimensity A350യുടെ ഒരു പ്രോസറാണ്. OnePlusന്റെ ഒരുപാട് AI ഫീച്ചേഴ്സ് ഇതിൽ കിട്ടും. LPDDR5Xന്റെ റാമും 1.4 മില്യന്റെ ആന്റിറ്റ്യൂഡ് സ്കോറും ഇതിലുണ്ട്. ഈ ഒരു സെഗ്മെന്റിലെ കുറച്ച് നല്ല ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കിട്ടും. 7100 mAhന്റെ ബാറ്ററി ഈ ഒരു ഫോണിലുണ്ട്. 4K 60 FPS വീഡിയോസ് എടുക്കാൻ പറ്റുന്ന 50 MBയുടെ സോണിയുടെ മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇനി ഒരു കർവ് ഡിസ്പ്ലേ ഉള്ള ഫോൺ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു ഫോണാണ് iQന്റെ C10. ഇതിലും വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 3യുടെ പ്രോസറാണ്. ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും mAh കൂടിയ ബാറ്ററിയാണ്. 7300 mAhന്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 MBയുടെ സോണിയുടെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോട്ടോസിലൊക്കെ കുറച്ച് AI വെച്ചിട്ട് എഡിറ്റിംഗും ചെയ്യാൻ പറ്റും. അടുത്തത് പ്രീമിയം ഫോൺസിലേക്ക് കിട്ടുന്ന ഒരു സ്റ്റൈലിസിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ടോയുടെ എഡ്ജ് 60 സ്റ്റൈലിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ എടുക്കാം. ഇതിൽ 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 50 MBയുടെ മെയിൻ ക്യാമറയും 13 MBയുടെ ഡ്യുവൽ ക്യാമറയും 32 MBയുടെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7S Gen 2ന്റെ പ്രോസറും 5000 mAhന്റെ ബാറ്ററിയും Android 15ഉം നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ iQന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വിവോയുടെ T4 ആണ്. ഇവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7S Gen 3യുടെ പ്രോസറും 50 MBയുടെ മെയിൻ ക്യാമറയാണ് വരുന്നത്. ഇതിലും 120Hzന്റെ റിഫ്രഷ് റേറ്റ് വരുന്ന 6.77 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേയും മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും 7300 mAhന്റെ ബാറ്ററി 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. iQ എടുത്താലും വിവോ എടുത്താലും സെയിം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്ത 5 ഫോണുകൾ. ഈ ഓരോ ഫോണുകളും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.